അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഅരിഫത്തുൽ കുബ്ര സബഗട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വജിബു നിർബന്ധമാകുമായി ഇൽമ ഒരാൾ അറിയൽ അന്ന നബിയന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദി മനാഫ്, അബ്ദുമനാഫിൻ്റെ മകനായ ഹാഷിമിൻ്റെ മകനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുല്ലാൻ്റെ മകനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഫ്ളലുൽ അൻബിയാ വൽ മുർസലീൻ, അംബിയ മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവരാണ്, അഫ്ളലായവരാണ്. നബിൻ്റെ അപ്രാരില്ല. ഖാത്തിമുൻ നബിയീൻ, നബിമാരിൽ വെച്ച് അവസാനത്തവരുമാണ് മുത്തുനബി. വലൈസ ബഅദഹു നബിയുൻ വലാ മുർസലുൻ, ആ മുത്തുനബിക്ക് ശേഷം മറ്റൊരു നബിയോ മുർസലോ ഇല്ല. വഇന്നമാ യൻസിലു ഈസ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട റൂഹുള്ള ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരും. അൻദ സാഅത്ത്, ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഹക്കമൻ, ഒരു വിധികർത്താവായ നിലയിൽ, മുഖസിത്വൻ, നീതിമാനായ. എങ്ങനെയാണ് ഭരിക്കണറിയോ? ഈസ നബി അലൈഹി സ്വലാമിൻ്റെ ഇഞ്ചിലനുസരിച്ചാണോ? അല്ല. അലാ ശരീഅത്ത് സയ്യിദിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ശരീഅത്ത് അനുസരിച്ച് എന്ത് ചെയ്യുക? ആര് ഭരിക്കുക? ഈസ നബി അലൈഹി സ്വലാം. വഹുവ ബി മക്ക, മുത്തുനബി മക്കയിൽ പ്രസവിക്കപ്പെട്ടു. വനശാബിഹ, ആ മക്കയിൽ ജനിച്ച് വളർന്ന് കളിച്ചൊക്കെ എവിടെയാണ് നടന്നത്? എവിടെയാണ്? മക്കയിലാണ്. അങ്ങനെ ഫലമ്മ തമ്മലഹു അർബഊന സന, മുത്തുനബിക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോൾ ബഅസഹുല്ലാഹു നബിയൻ മുർസലൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ നബിയെ മുർസലായിട്ട് അയച്ചു 40 വയസ്സായപ്പോൾ. വ അൻസല അലൈഹി ജിബ്രീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ മുത്തുനബിയുടെ മേൽ ഇറക്കി. മുത്തുനബി ഹിറാ ഗുഹയിലിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കി. അങ്ങനെ ഫഅമറഹു, മുത്തുനബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അയ്യദ്ഉന്നാസ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ എന്ത് ചെയ്തു? കൽപ്പിച്ചു. അങ്ങനെ ഫഅഖാമ ബി മക്ക ബഅദ നുബുവത്തി, നുബുവത്തിന് ശേഷം മക്കയിൽ മുത്തുനബി താമസിച്ചു. 13 സനത്ത്, 13 വർഷം. അപ്പം മുത്തുനബിക്ക് 53 വയസ്സ് വരെ മക്കയിൽ താമസിച്ചു. 53 വയസ്സിന് ശേഷം എടുക്കു പോയി. സുമ്മ പിന്നെ ലമ്മസ്തത്ത ഈദാ ഉൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ പീഡനം ശക്തമായപ്പോൾ ഹാജറ ഇലൽ മദീനയിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ ഫഖാമ ബിഹ 10 സിനീൻ, 10 വർഷം മദീനയിൽ താമസിച്ചു. യദ്ഉന്നാസ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരായ നിലയിൽ 10 വർഷം. വയുഖാതിലുൽ കുഫാറ അലാ ദാലിക, ഇസ്ലാമിൻ്റെ പേരിൽ കാഫിരീങ്ങളോട് ധർമ്മസമരം ചെയ്തു. ഇല അൻ അൽഹറഹുല്ലാഹു തആല ബിഹി ദീനൽ ഇസ്ലാം, മുത്തുനബിയുടെ പ്രവർത്തനം കൊണ്ട് ദീനുൽ ഇസ്ലാമിന് ഒളിവാകുന്നത് വരെ എന്ത് ചെയ്തു? കുഫാറുകളോട് ധർമ്മസമരം ചെയ്തു. അങ്ങനെ ഫലമ്മ തമ്മലഹു സലാസും വസിത്തൂന സന, മുത്തുനബിക്ക് 63 വയസ്സ് പൂർത്തിയായപ്പോൾ, ചാന്ദ്രിക കണക്ക് പ്രകാരം കേട്ടോ, ചാന്ദ്രിക കണക്ക് പ്രകാരം 63 വർഷം പൂർത്തിയായപ്പോൾ മാത്തബിൽ മദീന, മുത്തുനബിൽ മദീനയിൽ വഫാത്തായി. വദുഫിന ബിഹ, ആ മദീനയിൽ മറവാടപ്പെടുകയും ചെയ്തു. വഫീഹ ഖബ്റുഹു, ആ മദീനയിലാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഖബർ, ബഹുമാനമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഖബർ എവിടെയാണ്? മദീനയിലാണ്. ആ മദീനയിലേക്ക് പോകുവാനും അവിടെ പോയി മുത്തുനബിക്ക് സലാം പറയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.